ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ വീട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടറിയാം, നമ്മളെ അമ്മാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചിരങ്ങയില വേണമെങ്കിൽ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ചിരങ്ങ ഉണ്ടാക്കൂലേ റോഡിലെത്തിട്ടോ. പിന്നെ ചിരങ്ങയില ചിരങ്ങ ഉണ്ടാക്കൂലേ. അപ്പോൾ അതിൻ്റെ അറവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വള്ളിയൊക്കെ വലിച്ചിട്ട് ഒഴിവാക്കും. അപ്പോൾ അതിന്മേൽ നല്ല ഇല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ സമയം എപ്പോഴും 8:30, രാവിലെ 8:30. നമ്മളെ മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോ എടുക്കാം. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മുട്ടിത്തിരിച്ചിലുണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കൂടുതലില്ല. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാലവാടിയാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്, അങ്കണവാടി. ശൈലേച്ചി നിങ്ങൾ പോവുക? നിങ്ങളെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. അത്ര പേടിയല്ലേ നിങ്ങൾക്ക് നമ്മളെ? ഇതൊക്കെ വലിക്കുക അച്ചുട്ട, ഇതൊക്കെ വലിക്കാനുള്ളതാ? ഇതൊക്കെ വലിക്കാനുള്ള നല്ലല്ല, നല്ലതാണ്. അപ്പോൾ നല്ല വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കത് കണ്ടം പൂട്ടാൻ വേണ്ടിയിട്ടേ ചിരങ്ങയില താളിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇളയ ഇലകളൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം, പറിച്ചെടുക്കാം. എന്താ ചിരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടം പൂട്ടിയിട്ട് വേറെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേ. ചിരങ്ങയില, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, അതൊക്കെ ഒരു പ്രത്യേക രുചിയുള്ള ഇലകളാണ്. കണ്ടോ പൂവ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് വേറെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതിൻ്റെ സീസണ് കഴിഞ്ഞു. ഇപ്പോൾ ഇതുമ്പോൾ വല്ലാതെ കരുത്തുള്ള കായകളൊക്കെ ആദ്യം പറിച്ചെടുക്കും. ഇനിയിപ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ വള്ളി വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിട്ടത് വലിക്കുക പറഞ്ഞാൽ ഇത് ഒഴിവാക്കുക, ഒഴിവാക്കുക. ഇതുണ്ടോ കായ, ചിരങ്ങക്കായ, ചിലട്ട് ചുരക്കാന്ന് പറയും. ഇതിന് പുറത്ത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല വില ഉണ്ട് കേട്ടോ. ഇലക്കൊക്കെ ഇലക്കറികളെ കൂട്ടത്തിൽ പെട്ടതില്ല ചിരങ്ങയിലൊക്കെ. ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചിരങ്ങയിലൊക്കെ ഒരു പിടി വയ്ക്കും. എന്നിട്ട് അതിന് 30 രൂപ 40 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കലുണ്ട്. പൂച്ചയ്ക്ക് മണിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് സുന്ദരിയാ. ഓയ്, ഞാനീ പാത്രം എടുത്തപ്പോഴേ എന്താ മീൻ പാത്രമാണ് എഴുതി, മീൻ പാത്രമാണ് വെച്ചിട്ടാവും. ഓയ് വേണ്ട. അപ്പം ഞാനൊരു കീസറ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൊള്ളണില്ല പറഞ്ഞാൽ അത്ര പോരാ തോന്നി. എന്താ നല്ല ഇലയല്ലേ, കളയണ്ട. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തുനിന്നൊരു പാത്രം വാങ്ങിയിട്ട് അതിൽ കൂടെ ഇടാം. കവർ ചോദിച്ചപ്പോൾ ഒരിടത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പാത്രം വാങ്ങി കുറച്ചും കൂടി ഉണ്ട് പറിച്ചെടുക്കട്ടെ. മണ്ണൊക്കെ കണ്ടിട്ട് നിലത്തുണ്ടാവുന്നതില്ല, നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കും. കുറച്ചധികം പറിച്ച് കഴിഞ്ഞാലേ അതിനാട്ടോ കൂടുതൽ. നമ്മളെ അപ്പുറത്തന്നെ നമ്മളെ തറവാട്. അപ്പോൾ തറവാട്ടിലെ അമ്മായിക്കും കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിന് പോകുന്നതല്ലേ. കുട്ടികളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, ചിന്നപ്പന് സ്കൂളിൽ പോയിട്ടില്ല. കൂടെ അങ്ങനെ നിൽക്കണം ആളെ, എന്നെങ്കിലേ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ നിർത്തവിടെ നിൽക്കും. എന്തായാലും പറിച്ചിട്ട് വേഗം ഇല്ലം പിടിക്കാം. അപ്പോൾ ഇവിടെ നിൽക്കണ്ടിട്ട് ഒരു ചീരക്കുട്ടൻ നമുക്ക് ഇവനോട് പറിച്ചെടുക്കാം. അതോ ഉണ്ടാവുമോ?
എന്താ അറിയോ, അതൊക്കെ ഇനി പൂട്ടും, ട്രാക്ടർ വെച്ചിട്ട് പൂട്ടും. അപ്പോൾ അവനൊക്കെ പോകൂലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാം. ചെറുതായിട്ടുള്ള വേരൊക്കെ ഉണ്ടാവുമായിരിക്കും. വിചാരിച്ച മതി കിട്ടിയില്ല. എന്താ വെച്ചാൽ ഉണങ്ങി നിൽക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് പറിച്ചപ്പോൾ ചെറുതായിട്ട് വേരൊന്ന് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാക്കണോ, അങ്ങനെ ചെരങ്ങവള്ളീൻ്റെ ആയുസൊക്കെ ഇപ്പോൾ ഇവിടെ തീരും കേട്ടോ. JCB എത്തിയിട്ടുണ്ട്, മണ്ണ് വന്ന ചിരങ്ങ കൃഷി. അപ്പോൾ അതുണ്ടോ, കഴിയണത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഇല ഉണ്ടായപ്പോഴേ ഒഴിവാക്കി പോരാൻ തോന്നില്ല. JCB ഒക്കെ വന്നു. ഇനിയൊക്കെ മാന്തി കണ്ടൊക്കെ നേരാക്കും. അപ്പം ഇനി ഇതുണ്ടോ, ഞങ്ങളെ അംഗനവാടി തൊട്ടടുത്ത് തന്നെ കേട്ടോ വീടിൻ്റെ. പിന്നെ നമ്മളെ മക്കളൊന്നും പോയിട്ടില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം. സ്കൂളിൽ പോണ സമയമായില്ലേ. രാവിലെ നമ്മളവിടെ നിന്ന് മാറിക്കഴിഞ്ഞാലേ ഓല കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം അങ്ങനെ നിന്ന് ശീലമായിട്ടാട്ടോ. അല്ല ഇപ്പോൾ എന്തെങ്കിലും പുറത്ത് ജോലിക്കൊക്കെ പോകണമല്ലാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷെ അമ്മ പോയിക്കോളും. ഒരു ചിന്നപ്പനുണ്ടല്ലോ, അവളാണ് പ്രശ്നം. ഈ വേറൊരു സാധനം മേടിത്തരാം. നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ കേട്ടോ. കണ്ടോ, ആകെ ചമ്മല നിറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. ഇതുണ്ടോ, റബ്ബറിൻ്റെ ഇല കൊഴിയുന്ന സമയമാണ് കേട്ടോ. എത്ര അടിച്ചു കയറിയിട്ടും ഇവിടെ റോട്ടിൽ കൂടെ പോകണമല്ലൊക്കെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും, ഇവിടെ ആളില്ല, ആൾതാമസമില്ല എന്നൊക്കെ ചോദിക്കും. എന്താ മുറ്റം അങ്ങനെ കിടന്നിട്ടേ. അപ്പോൾ രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ, നല്ല കാറ്റുമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്ന ചീര ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഏതെങ്കിലും ചാക്ക് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അതിലാണ്ട് കുഴിച്ചിടാമെന്ന് വിചാരിച്ച്. ഇതുണ്ടോ, ഇത് പാൽച്ചീരയാണ് കേട്ടോ. പാൽച്ചീര ആകെ വാടി. അത് ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 4 ദിവസം നമ്മളൊന്ന് വിരുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മളെ കൃഷിയൊക്കെ അവിടെ നിന്ന് ആകെ താളുമാറാവും. അപ്പോൾ ഞാൻ അതൊക്കെ താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ചീര ഇങ്ങനെ കുഴിച്ചിട്ടാലേ അതൊക്കെ ഒരു താളിപ്പിനുള്ളത് കിട്ടും. നല്ലൊരു മറുപടി ചീര ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മതിയായിരുന്നു. വേരൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായ പോലെ ഉണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഓയ് വയറ് എനിക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ നേരത്തെ. അത് ചിലപ്പോൾ സ്കൂളിൽ പോകാൻ മടി കൊണ്ട് ചിലപ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാവും. കുളി കഴിഞ്ഞാ? എന്നാ ഇറങ്ങിക്കോളി, യൂണിഫോം ഇട്ടോളി. ഓയ് തലയല്ലേ, അതൊക്കെ ഞാൻ തോർത്തി തരാം. ഭയങ്കര കള്ളതരാം. ചിന്നപ്പം ഭയങ്കര പ്രശ്നമാണ്. തല തോർത്തി കൊടുക്കണം. മുടി ഉണ്ട് കേട്ടോ, അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവളെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ മുടി വെട്ടിക്കൊടുക്കണം. മുടി വെട്ടിക്കൊടുക്കാനാണെങ്കിൽ എനിക്കിട്ട് തോന്നില്ല. ഒരു മക്കളൊരു പ്രായം വരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക. അപ്പം നമ്മൾ അമ്മൂന് ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു. ഊരയ്ക്ക് താഴെ പറഞ്ഞ പോലെ മുടി ഉണ്ടായിരുന്നു. ഒക്കെ വെട്ടി തുമ്പില്ലാതെയായി. ഇപ്പോൾ ചിന്നതാ ഒക്കെ ഒന്നും വെട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പം ഇഷ്ടമല്ല. ഇനി ഒരു പ്രായമായി കഴിഞ്ഞാൽ ഓളും ഷോർട്ട് മതി എന്ന് പറഞ്ഞിട്ട് കിടക്കും. എന്തായാലും ആൾ കുളിക്കാൻ കയറിയതാണ്. അപ്പോൾ വയറുവേദനയാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു സ്കൂൾ പോകാൻ വയ്യ, തൊണ്ടവേദനയാണെന്ന് പറഞ്ഞു. ആ തൊണ്ടവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കള്ളത്തരാണ്, എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ മെയിൻ ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും അത് മാറ്റി പിടിച്ചിട്ട് ആൾ വയറുവേദന കൂടിയിട്ടുണ്ട്. എന്നിങ്ങനെ ഉന്തി പെരക്കി പറഞ്ഞേക്കും എന്നും. കള്ളത്തരം കാട്ടി വീട്ടിലൊന്നും ഇരുത്തലില്ല. ഇവിടെ ഇറങ്ങട്ടെ, ആളൊന്ന് പുറപ്പെടുവിച്ച് സ്കൂൾക്കൊക്കെ വിടട്ടെ. നമ്മൾ രാവിലെ ദിവസം ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. രാവിലെ മക്കളെ പിന്നാലെയും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പോകാനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് വീഡിയോ എന്താ പറയുക, ഒന്ന് സ്ഥിരമായിട്ടൊക്കെ ഒന്ന് ഇടാൻ നോക്കണം. നമ്മളെ വ്ളോഗ് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളെ ട്രൈപ്പോഡ് കിടന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ട്രൈപ്പോഡ് വാങ്ങി, 2 പ്രാവശ്യം അത് കേട് വന്നിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ പ്രാവശ്യം വാങ്ങിയത്, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. മക്കളൊന്ന് പണിയെടുത്തതാണ്. പിന്നെ അത് അലകും തട്ടും വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ശരിയാക്കാൻ പറ്റൂല. പിന്നെ അന്ന് നന്നാക്കാൻ കൊടുക്കാൻ കടയിലും പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഞാൻ 2 കടയിലും ഞാൻ ചോദിച്ചു നോക്കിയിട്ട് നന്നാക്കി തരുമെന്ന്. അപ്പോൾ പറഞ്ഞു പറ്റൂല കേട്ടോ നന്നാക്കാൻ പറഞ്ഞു. പിന്നെ
അപ്പോൾ നമുക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല. ഇത് എവിടെയെങ്കിലും കുത്തിച്ചാരി വെച്ചിട്ടൊക്കെ വേണം പിടിക്കാൻ. അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അതായത് നമ്മൾ വീട്ടിലെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യില്ലേ, അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്കാനൊക്കെ നമുക്ക് ട്രൈപോഡ് ഇല്ലാതെ പറ്റണില്ല. മെയിൻ അതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ഇതെങ്ങനെയാണ് പരിപാടി എന്നറിയാമല്ലോ. ഇല്ലാതെ എവിടെയെങ്കിലൊക്കെ കുത്തിച്ചാരി വെച്ചാണ്ടൊക്കെ വീഡിയോ എടുക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ. ചായ കുടി കഴിഞ്ഞു. ഇനി എന്തൊക്കെയുള്ളൂ, കാറ്റ് തുടങ്ങി, മുറ്റങ്ങളൊക്കെ പരക്കൽ തുടങ്ങി. വൈകുന്നേരത്തേക്ക് ഒരു നേരം അടിച്ചു വരുള്ളൂ. ഒരു നേരം അടിച്ചു വരാൻ തന്നെ സാധിക്കുള്ളൂ. പൂരപ്പറമ്പ് എന്തൊരു ചമ്മല വെച്ചിട്ടാ 2 നേരം കൂടി ഒന്നും ഞാൻ ചെയ്യലില്ല. അപ്പം ഇപ്പം ഇങ്ങനെ പരക്കൽ തുടങ്ങി. പിന്നെന്താ, ചിന്നു കലിപ്പ് മോട. റിച്ച് മോനെ തണുക്കണുണ്ടടാ? തണുപ്പില്ല? എങ്ങോട്ടാ പോന്നേ? എന്നിട്ടോ പഠിക്കുകയോ? ടീച്ചറുടെ പേരെന്താ? ഇതിക്ക് നോക്കി പറയാ. മോനേ, ഇന്ന് പശുവിനെ കാണാൻ പോയോ? ഇന്ന് പശുവിനെ കാണാൻ പോയോ? പോത്തിനെ കാണാൻ പോയോ? ഒക്കെ ഇഷ്ടാണോ പോത്തിനെ? പോത്ത് എന്തേ പറഞ്ഞത്? വിളിച്ചോ? എങ്ങനെ എങ്ങനെ വിളിച്ച്? ഞാൻ കേട്ടില്ല. റിച്ചു വിളിച്ചത്. അങ്ങനെ നമ്മളെ ചിരങ്ങയിലൊക്കെ ഇവിടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്നുകൊണ്ട് പിച്ചി നന്നാക്കി എടുക്കണം. ചില പുഴുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നമുക്കൊന്ന് പിച്ചി മുറിച്ചിടാം. ഉണ്ടാവും. ഇതിൻ്റെ വലിയ ആരുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇളയ ഇലയാണ്, പക്ഷേ ഇങ്ങനെയാണ് ചെയ്ത് ശീലമുള്ളത്. അപ്പോൾ ഒക്കെ ഒന്ന് പിച്ചി മുറിച്ചെടുക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ആദ്യമൊക്കെ തൊടിയിൽ നാടൻ പയർ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ചെറിയ കുറ്റിപ്പയർ. അപ്പോൾ അതിൻ്റെ ഇല അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കുമായിരുന്നു. പിന്നെ മത്തൻ്റെ ഇല ഇതുപോലെ തൊടി കൂടിയും പറമ്പ് കൂടെ ഒക്കെ നടന്നിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇലകളൊന്നും കിട്ടാറില്ല. അപ്പോൾ അതേപോലെ മാമ വിളിച്ച സമയത്ത് പിന്നെ ഒന്നും ആലോചിച്ചിരുന്നില്ല, വേഗം ഓടി രാവിലെ തന്നെ. എന്താ ഇത് പൊടിക്കുമ്പോണ്ടല്ലോ വെൽവെറ്റ് തുണി ഇല്ലേ, അതിമ പിടിക്കണ പോലെ കുറച്ച് കട്ടിയുണ്ട്, നല്ല ഇലയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഇതാണ് കേട്ടോ, ചിരങ്ങേൻ്റെ ഇല താളിച്ചത്. ചിരങ്ങേൻ്റെ താളിക്കും വേണം. പിന്നെ ഉണക്കമീനില്ല, ഉണക്കമീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താളിച്ച കറിക്ക് നല്ല കോമ്പിനേഷനായിരുന്നു. എന്താ ഉണക്കമീൻ. അപ്പം എന്തായാലും നമുക്കൊന്ന് മുറിച്ച് റെഡിയാക്കി ഒന്ന് ഒരുക്കി വെക്കട്ടെ. നമുക്കിനി താളിക്കുന്നത് കാട്ടിത്തരാം കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും ഇതൊക്കെ, പക്ഷേ വെറുതെ എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും, ചിരങ്ങയില എടുക്കലും മുറിക്കലും താളിക്കലും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണതും പിടിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്ര എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ളതൊക്കെ അപ്പോൾ ഇതുണ്ട്. ഇനി ഇതാക്കണം, അതിൽ ഇല ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുക, നല്ലൊരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് അതിന് കുറേശ്ശെ അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാം. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഇനി വേഗം അത് കളിക്കാൻ നോക്കട്ടെ. ഓക്കെ, നന്നായിട്ട് കഴുകി കൊടുക്കണം കേട്ടോ. നമുക്കിതാ ചിരങ്ങയ്ക്ക് 2 ചെറിയുള്ളി വേണം. ചെറിയ ഉള്ളി വറവിടാൻ കേട്ടോ. തൂമിക്കാനൊക്കെ നമുക്ക് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. മുരിങ്ങ ആയാലും ചീര ആയാലും എല്ലാത്തിനും നമ്മൾ കടുകല്ലല്ലോ ഇടുക, ചെറിയ ഉള്ളിയല്ലേ ഇടുക. പിന്നെ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇലക്കറിയിലൊക്കെ അത്യാവശ്യം എരിവ് വേണം.
ഓക്കെ. ഇലക്കറിയിലൊക്കെ നീളത്തിലാണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടാൽ നമ്മളത് കടിക്കൂല. ഇത് വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മളറിയാതെ അത് കടിച്ചു പോകും. അപ്പോൾ സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ഉള്ളി ഉണ്ടായിരുന്നു അതിലറിയാതെ. അപ്പോൾ അതങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് വഴന്ന് വരട്ടെ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നമ്മുടെ നാടൻ കറികളൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാര്യമായിട്ടൊന്നും ഇടണ്ടല്ലോ. ഈ താളിക്കുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും തന്നെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചിലത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണമല്ലുണ്ട്. നമ്മളതൊന്നും ചെയ്യണില്ല. നമ്മൾ പച്ചമുളകൊക്കെ ഒന്ന് ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമ്മളെ ചെറുങ്ങൻ്റെ നട്ടെടുക്കാം. നല്ലോണം നല്ല ഇളക്കി കൊടുക്കും. ഉപ്പ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ. ഇല ഒന്നും ഇങ്ങോട്ട് വാടട്ടെ. അല്ലാതെ ഇലയുടെ പെരുപ്പം കണ്ടാണ്ട് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് കൂടും. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇലയൊന്നും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഒന്നത് വാടട്ടെ. അതിന് മുകളിൽ അടച്ച് വയ്ക്കാം. ഉണ്ടോ? എല്ലാം വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, വാടുള്ളൂ. കൂട്ടാൻ മാത്രം പോരല്ല, ചോറ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ ചോറിനുള്ള തീ ഒന്നത് പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ വിറകടുപ്പിൽ നമ്മൾ ഇലയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. അതോ നല്ല രുചിയുള്ള കറി കേട്ടോ. ചിരങ്ങ താളിച്ചത് റെഡി. അപ്പോൾ നമുക്കൊന്ന് അതൊക്കൊരു ഉണക്കമീനായിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനായി വരിക. പക്ഷേ അതില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യാം, നല്ല കൈപ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക കൊണ്ടാട്ടം അങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, നല്ല ഉണക്കായിട്ടുള്ള കൈപ്പയ്ക്ക കൊണ്ടാട്ടമാണ്. അപ്പം എണ്ണ ചൂടായി ഒന്ന് നോക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യുക, ഇപ്പം നാളെ 100 രൂപയ്ക്ക് 4 കിലോ പറഞ്ഞിട്ട് പോയിരുന്നു. കിലോ 25 രൂപ. അപ്പൊക്ക് തോന്നി കുറച്ച് വാങ്ങി അങ്ങോട്ട് വറക്കാൻ, വാങ്ങി കൊണ്ടാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടാണ്ട് മുക്കുമ്പോൾ ഉണ്ടല്ലോ സംഭവം അങ്ങോട്ട് പെരുക്കും. അപ്പം നമ്മളൊന്ന് ഉണക്കമീന് പകരം കൈപ്പയ്ക്ക കൊണ്ടാട്ടം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഈ വക പരിപാടികൾ നമ്മളെ മക്കൾക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഇതൊക്കെ ആയാൽ മതി. എനിക്ക് ചോറിനാണെന്നുണ്ടെങ്കിൽ അതൊരു ചമ്മന്തി ആയാലും ഞാൻ സന്തോഷവതി. അപ്പോൾ കൈപ്പയ്ക്ക കൊണ്ടാട്ടം
ഉച്ചക്കത്തേക്ക് ഇനിയിപ്പോൾ അതൊക്കെ മതി. ഇനി ഒത്തിരി ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, കണ്ടോ, ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ മതി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി. കൈപ്പയ്ക്ക കൊണ്ടാട്ടം ആ ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്ന് വേവാൻ കാത്തിരിക്കട്ടെ കേട്ടോ.